ഇതേ പൊസിഷനിൽ ക്യാമറ വെച്ച് ഇതേ സെൽഫി ഞാൻ ഇതിന്റെ മേക്ക് ഓവർ കഴിയുമ്പോൾ ഒന്നും കൂടി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓണമായിട്ട് റിലേറ്റഡ് ആയ വീഡിയോ അല്ല. ഈ ഓണത്തിനിടക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഓണമായിട്ട് ഒരു ബന്ധുവില്ലാത്തൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഓണത്തിന് മുന്നേ ഉള്ള ഒരു മുന്നൊരുക്കമായിട്ട് കൂട്ടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇരിക്കണ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ ഈ സ്റ്റുഡിയോ. ഈ സ്റ്റുഡിയോന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദ ലാസ്റ്റ് വീഡിയോ ചിലപ്പോൾ ഇതായിരിക്കും. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡിയോ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോണേണ്. കുറച്ച് നാൾക്ക് മുന്നേ ഒരു മേക്ക് ഓവറിൻ്റെ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അത് ഇന്നാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത്. സോ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോ മേക്ക് ഓവർ ചെയ്യാൻ പോണേണ്. പല രീതിയിലും റീഅറേഞ്ച് ചെയ്ത് നമ്മൾ സ്റ്റുഡിയോ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കംപ്ലീറ്റ്ലി നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് മാറ്റാൻ പോണേണ്. ഇതേ ഏരിയയിൽ തന്നെ സ്റ്റുഡിയോ ഒന്ന് വേറൊരു രീതിയിൽ ഞാൻ എൻ്റെ മനസ്സിലൊരെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് സ്ഥലക്കൂട്ടിയിട്ട് കുറച്ച് ആഴ്ചകളായി. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു സമയവും സാഹചര്യവും എല്ലാം ഒത്തിണങ്ങി വന്നത്. അപ്പോൾ നമുക്ക് കരുതി എന്നാൽ ഓണത്തിന് മുന്നേ ഒരു മുന്നൊരുക്കമായിട്ട് നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് സെറ്റപ്പ് ആക്കാമെന്ന്. അപ്പോൾ ഓണത്തിൻ്റെയൊക്കെ സമയത്ത് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഇന്നാണ് സ്റ്റുഡിയോ മേക്ക് ഓവർ വീഡിയോ ആണ്. സോ ലെറ്റ്സ് വെൽക്കം ടു മൈ സ്റ്റുഡിയോ മേക്ക് ഓവർ വീഡിയോ. ആദ്യം തന്നെ എൻ്റെ സ്റ്റുഡിയോ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ റൂമിൽ എൻട്രൻസ് കയറി ആദ്യം കാണുന്ന ഏരിയയാണ് നമ്മൾ സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചാനലിൻ്റെ തുടക്ക സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ റൂമിൻ്റെ പല കോർണേഴ്സിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ പിന്നീടാണ് നമ്മൾ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തെടുത്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി ആ സമയത്ത് തട്ടിക്കൂട്ടി നമ്മളൊരു വാം ലൈറ്റ് സെറ്റ് ചെയ്തു. അങ്ങനെയാണ് പിന്നീട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് തന്നെ തോന്നി കുറച്ച് മാറ്റങ്ങൾ വേണമെന്ന്. സ്ഥിരം കാണുന്ന ബാക്ക്ഗ്രൗണ്ട് തന്നെ കണ്ട് നിങ്ങൾക്ക് മടുത്ത് കാണും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ചെയ്ത് എനിക്ക് മടുത്തിട്ടില്ല. പക്ഷേ ഇതിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു തോട്ടിൽ നിന്നാണ് ഈ ഒരു സ്റ്റുഡിയോ മേക്ക് ഓവർ എന്ന പ്ലാൻ ഉണ്ടായത്. അപ്പോൾ നമുക്ക് അധികം കിടന്ന കഥാപ്രസംഗം പറയാതെ ഈ സ്റ്റുഡിയോ മേക്ക് ഓവർ വീഡിയോയിലേക്ക് കടക്കാം. കാരണം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഡ്രസ്സിലല്ല ചെയ്യാൻ പോകുന്നത്, നമ്മൾ വർക്കിംഗ് ഡ്രസ്സ് എടുത്തിടും. കാരണം കുറച്ച് പണിയുണ്ട്, എല്ലാം കാണിച്ചു തരാൻ വഴി. പിന്നെ ഈ വീഡിയോ ഞാൻ ഒറ്റക്കല്ല ചെയ്യുന്നത്, എൻ്റെ കൂടെ ജോയും കൂടിയുണ്ട്. ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്ന് ആദ്യം കാണുന്ന ഏരിയയാണ് ഞാൻ സ്റ്റുഡിയോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കുറച്ച് വാം ലൈറ്റ് മാത്രം തൂക്കിയിട്ടാണ് നമ്മുടെ ഏരിയ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്തത്. പക്ഷേ ഈ ഏരിയ നോക്കി വെച്ച് ഇനി ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നതാണ്. സോ വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഇതാണ് എൻ്റെ സ്റ്റുഡിയോ, എൻ്റെ വർക്ക് പ്ലേസ്. സോ നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ലാസ്റ്റായിട്ട് ഒരു ഇൻട്രോ എടുത്ത് കളയാന്ന് കരുതി. ദിസ് ഈസ് മൈ ഏരിയ. ഇതേ പൊസിഷനിൽ ക്യാമറ വെച്ച് ഇതേ സെൽഫി ഞാൻ ഇതിൻ്റെ മേക്ക് ഓവർ കഴിയുമ്പോൾ ഒന്നും കൂടി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. സോ നമ്മൾ ഡ്രസ്സൊക്കെ മാറി വർക്കിംഗ് ഡ്രസ്സിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാം ലൈറ്റ് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുകയാണ്, അഴിച്ച് മാറ്റാൻ പോകുകയാണ്. എന്നിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ വാം ലൈറ്റ് കംപ്ലീറ്റ് അഴിച്ച് മാറ്റാം. സോറി, ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ആദ്യം. ഇപ്പോൾ ഷോക്ക് അടിച്ച് എത്താനേ. നമ്മൾ ലൈറ്റിൽ അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വീടെന്ന് വെച്ചാൽ വീടിന്റെ തൊട്ട് ബാക്കിൽ ബീച്ചാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കാറ്റും ഈർപ്പവും എല്ലാം ഉള്ള ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ മതിലിൽ മുന്നേ അടിച്ച പെയിന്റ് ഈ കഴിഞ്ഞ മഴ കഴിഞ്ഞപ്പോഴേക്കും വിസിബിൾ ആയി വന്നിട്ടുണ്ട്. ഒരു 3D വോളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അത് ഈ ഒരു ഇടിച്ചുകുത്തി മഴ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് പെയിന്റ് അടിക്കാൻ പോണെയാണ്. ഇപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. വൈറ്റ് ഒന്ന് മാറ്റാൻ പോണെയാണ്. അതിന് മുന്നേ ഈ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. സോ നമ്മൾ ഒരുമിച്ച് ഈ കൃത്യം നിർവഹിക്കാൻ പോണെയാണ്. ഡൺ ഡൺ. ഈ ഒരു ഏരിയ മാത്രമാണ് അടിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് ഇത്ര ഏരിയയാണ് വേണ്ടത്. ആ ഒരു ഏരിയ മാത്രം നമ്മൾ അടിക്കാൻ പോകുന്നത്, പെയിന്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ മാത്രം നമ്മൾ പേപ്പർ ടേപ്പ് വെച്ചിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ പോണെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ പണിസാധനങ്ങൾ. ഈ ഒരു ഷെയ്ഡ് കളറാണ് നമ്മൾ വോളിന് അടിക്കാൻ പോകുന്നത്. ഈ കളറല്ല, ഒരു മിന്റ് ഗ്രീൻ കളർ അടിച്ചു കഴിയുമ്പോൾ കാണാൻ പറ്റും. നല്ല കളറ്, നല്ല കളറല്ലേ?
ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പെയിന്റ് അടിക്കാം, അപ്പോൾ ഒരുമിച്ച് തീരുമല്ല എന്നാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഒരു നോർമൽ ബ്രഷും ഒരു റോളർ ബ്രഷും നമ്മൾ കരുതിയിട്ടുണ്ട്. ഒരാൾ മാത്രം അടിച്ചാൽ എല്ലാം ഒരേപോലെ ഇരിക്കുമല്ലോ, രണ്ടുപേരും ഒരുമിച്ച് അടിച്ചാൽ രണ്ട് രീതിയിലായി പോകുമല്ലോ എന്ന് സംശയം തോന്നിയത് കൊണ്ടാണ് ഒരാൾ മാത്രം അടിക്കുന്നത്. അല്ലാതെ എനിക്ക് മടിയായത് കൊണ്ടല്ല. നമ്മള് പ്രൊഫഷണൽ പെയിന്റേഴ്സ് അല്ല, അതുകൊണ്ട് പ്രൊഫഷണൽ പെയിന്റിങ് അറിയാവുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവേദി ഞങ്ങളൊന്നും വിചാരിക്കരുത്. ഞാൻ പെയിന്റർ അല്ല, പക്ഷെ എന്റെ അപ്പം പെയിന്ററാണ്. എന്റെ അപ്പം മര്യാദയോട് പറഞ്ഞാണ് മോളെ ഞാൻ വന്ന് അടിച്ചു തരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അപ്പച്ച, ഞങ്ങൾ തന്നെ അടിച്ചോളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഈ പണി ചെയ്യുന്നത്. എനിക്ക് എന്തിന്റെ കീഴായിരുന്നു. ഞാനും ജോയും തകൃതിയായിട്ട് പെയിന്റ് അടിക്കണം കണ്ടപ്പോൾ ഒരാൾ ഉറക്കണേറ്റ് വന്നു. സോ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര കൊതി പെയിന്റ് അടിക്കണമെന്ന്. നമ്മളും കരുതി ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന്. നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ഗ്രീൻ കളർ പെയിന്റ് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഉണങ്ങി വരുമ്പോൾ നമുക്ക് നോക്കണം ഇനി സെക്കൻഡ് കോട്ട് അടിക്കണോ വേണ്ടതെന്ന്. നമ്മൾ ഇത് വെച്ച് നിർത്തുന്നില്ല, ഇതിൻ്റെ മുകളിൽ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഉണങ്ങണ ഗ്യാപ്പിൽ ഞങ്ങൾ പോയിന്ന് ചതച്ചിട്ട് വരട്ടെ. ഇതാണ് നമ്മുടെ ആ ഒരു ഗ്രീൻ പെയിന്റ് അടിച്ചതിന് ശേഷമുള്ള റിസൾട്ട്. നമ്മൾ കംപ്ലീറ്റ്ലി ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും ഒക്കെ അടിച്ച് ഒന്ന് ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ ചായ കുടിക്കാൻ പോയിട്ട് അവിടെ അങ്ങോട്ട് പോയി. ഇത് പിറ്റേ ദിവസമാണ്. സോ ഇത് ഡേ 2 ആണ്. നമ്മൾ ഇതുകൊണ്ട് ഇവിടെ ഫിനിഷ് ചെയ്യുന്നില്ല, നമുക്ക് കുറച്ച് അറ്റകുറ്റപ്പണികൾ കൂടി ബാക്കിയുണ്ട്. എന്തൊക്കെയാണെന്ന് വഴിയെ കാണിച്ചു തരാം. സോ നമ്മുടെ ഡേ 2 സ്റ്റുഡിയോ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. ഇന്ന് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഇന്ന് നമുക്ക് ഈ ഒരു സ്റ്റുഡിയോ വർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തത്. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് തുറന്നിട്ട് കാണിച്ചു തരാം. ഞാൻ സ്റ്റുഡിയോ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനെ പറ്റിയും ചോക്ക് ഐഡിയ ഇല്ല. തുറന്ന് കഴിയുമ്പോൾ മനസ്സിലാവും. എൻ്റെ ഉള്ളിലൊരു സ്റ്റുഡിയോ ഉണ്ട്, ഞാൻ ആഗ്രഹിച്ചൊരു സ്റ്റുഡിയോ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഉദ്ദേശിച്ച സാധനം തന്നെയാണോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായ എന്താന്ന്? സ്റ്റെൻസിൽ. സോ നമ്മൾ കുറച്ച് സ്റ്റെൻസിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്ന്. അപ്പോൾ ആ സ്റ്റെൻസിൽ വെച്ചിട്ട് നമ്മൾ വോളൊന്നും കൊണ്ട് ഡെക്കർ ചെയ്യാൻ പോണേന്. സ്റ്റെൻസിൽ ഞാൻ ഡിസൈൻസ് ഒക്കെ കാണിച്ചു തരാം. 4 ഡിസൈൻസ് അടങ്ങിയ സ്റ്റെൻസിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ശരി മാറ്റട്ടെ. ഇതൊരു ബുദ്ധൻ്റെ സ്റ്റെൻസിലാണ്. ജോ ഭയങ്കര ബുദ്ധ ലവറാണ്. സോ നമ്മുടെ സ്റ്റുഡിയോയിൽ ബുദ്ധൻ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, നമ്മുടെ റൂമിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ബുദ്ധൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലീഫ്, പിന്നെ ഈ ഒരു എന്തൊരു സാധനം, പിന്നെ ഈ ഒരു എന്തൊരു സാധനം. സോ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ലീഫ് ചെയ്യാന്നാണ്. ഇത് ഭംഗിയായിരിക്കില്ലേ? പല ഭാഗത്തായിട്ട് ലീഫ് വരുമ്പോൾ ഭംഗിയായിരിക്കില്ലേ?
സോ നമ്മുടെ കൂലങ്കഷമായ ചർച്ചക്കൊടുവിൽ നമ്മൾ ഇത് തന്നെ മതിയെന്ന് നിശ്ചയിച്ച് ഇത് ചെയ്തെടുക്കാൻ കുറച്ച് ടഫായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇത് ആഗ്രഹിച്ചാണ്, ഞാൻ ഈ സംഭവം ഉള്ളതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങിയത്. എനിക്ക് ഈ ഒരു ലീഫ് തന്നെ വാൾപേപ്പറിൽ വേണം, എൻ്റെ വാളിൽ വേണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും ചെയ്യാമെന്ന് കരുതുന്നത്. കാരണം ഇത് റോൾ ചെയ്ത് വന്നതുകൊണ്ട് നല്ല ചുളുക്കിലാണ്. അപ്പോൾ അല്ലെങ്കിൽ 4 ഭാഗത്തും ടേപ്പ് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇത് തേച്ച് വടി പോലെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ നോക്കട്ടെ. അയ്യോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ആ ഒരു കളറ്. ഈ പാത്രത്തിൽ പെയിന്റ് എടുത്തത് കൊച്ചു കാണണ്ട, കാരണം കൊച്ചിൻ്റെ ഡോക്ടർ സെറ്റിൻ്റെ മൂടിയിലാണ് ഞങ്ങൾ പെയിന്റ് മിക്സ് ചെയ്തേക്കുന്നത്. കൊച്ചെണീറ്റ ഇല്ല. സാരമില്ല, കുഴപ്പമില്ല. തുടച്ചു കളയാൻ പറ്റുമോ? ഒരു തുണി എടുത്ത് നനച്ചിട്ട് എവിടെ പെട്ടെന്ന് തുടച്ചാൽ ചിലപ്പോൾ പോകുന്നു. സോ നമ്മുടെ ആദ്യത്തെ പരിപാടി നൈസായിട്ടൊന്ന് പാളിയായിരുന്നു. ഞാനിപ്പോൾ ആ സ്റ്റെൻസിൽ കംപ്ലീറ്റ്ലി കഴുകി എടുത്തൊക്കെയാണ്. കാരണം പെയിന്റ് കുറച്ച് വാട്ടർ ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ അടിച്ചിട്ട് ഉള്ളിൽ നിന്നും ഒഴുകി പോണിരുന്ന്, പുറമേന്ന് ഒഴുകി പോണിരുന്ന്. അപ്പം നൈസായിട്ടൊന്ന് പാളിയിട്ടുണ്ട്, അത് പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. അപ്പം നമ്മളിപ്പോൾ ആ വോള് കംപ്ലീറ്റ്ലൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരു വട്ടം തോട്ടെന്നും പറഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഒന്നും കൂടി ഇതേ ലീഫ് വെച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ പെയിന്റ് വേറെ കരുതണം. അപ്പോൾ പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്റ്റുഡിയോയിൽ ആഡ് ചെയ്യാനുള്ള വേറൊരു സംഭവം ആഡ് ചെയ്യാന്ന് കരുതി. അതെന്ന് കാണിച്ചത് ഇങ്ങനെ ഇനി ഐഡിയ ഫ്ലോറിൽ വെക്കണ സ്റ്റാൻഡല്ല, വോളിൽ വെക്കണം. ചെറിയൊരു വാൾ ഷെൽഫ് നമ്മൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധന സാമഗ്രികളൊക്കെയാണ്. ഇതെല്ലാം ഫ്രം മീഷോ ആണ്. ഞാൻ ലിങ്കെല്ലാം ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. സോ നമ്മൾ ആ ഒരു ബിഗ് ഏരിയ കുറച്ച് എക്സസ് ആയ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമുക്ക് അടിക്കാനുള്ള സുഖത്തിന്. പിന്നെ നമ്മളിപ്പോൾ പോയിട്ട് ബ്രഷ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, റോളർ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ റോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനുവേണ്ടി സ്പോഞ്ചും വാങ്ങിച്ച് പീച്ച് ഷെയ്ഡുള്ള പെയിന്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോലെയാണ്. ഇനി ഫട്ടാഫട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീർക്കണം. കാരണം ഒറ്റ ദിവസം കൊണ്ട് തീർക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ 2 ദിവസമായി. ഇന്ന് തീർന്നില്ലെങ്കിൽ പിന്നെ തീരില്ല. കാരണം നമ്മുടെ ഓണം സെഗ്മെന്റ്സ് ധാരാളം വരുന്നുണ്ട്. സോ ഫാസ്റ്റ് ഓക്കെ ഓ ഓക്കെ സക്സസ്. അപ്പൊ നമ്മൾ വേഗം ഒന്ന് റെഡി ആക്കട്ടെ. ഈ സ്റ്റെൻസിലിൽ എങ്ങനെയാണ് സ്പോഞ്ച് ചെയ്യേണ്ടതെന്ന് ജോക്കിന് ഐഡിയ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് കിട്ടണില്ല, ചെയ്തിട്ട് എന്ത് തൃപ്തിയാവാത്ത പോലെ. സോ അതുകൊണ്ട് ഞാൻ മാറിയിട്ട് പുള്ളി തന്നെ നമ്മള് പിന്നെ സ്പോഞ്ച് മാറ്റി റോളറിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം സമയം വല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്പോഞ്ച് വെച്ചാകുമ്പോൾ കുറെ പെയിന്റ് സ്പോഞ്ച് കുടിക്കുന്നുണ്ട്. തെറ്റിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. കുറെ ട്രൈ ചെയ്ത് നോക്കി നമ്മൾ ഒഴുകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മള് പെയിന്റ് വെച്ച് റോളർ വെച്ച് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് സ്പീഡായി നമ്മുടെ വർക്ക്. നമ്മളിപ്പോ ഒരു വാളിന്റെ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ലീഫ് അടിച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു സ്റ്റെൻസിൽ ചെയ്യാന്നാണ് കരുതുന്നത്. അതിനു മുന്നേ നമ്മൾ ഡ്രിൽ ചെയ്യാനുള്ള കാര്യം ഒന്ന് ഡ്രിൽ ചെയ്ത് ആ ഒരു വാൾ ഷെൽഫ് ഒന്ന് സെറ്റ് ആക്കാൻ പോലെയാണ്. നമ്മുടെ വാൾ ഷെൽഫും കൂടെ അറ്റാച്ച് ആയിട്ടുണ്ട്.
ഓൾമോസ്റ്റ് ഡണ്ണാണ് നമ്മുടെ വർക്ക്. പക്ഷേ ഈ ഭാഗം ഇപ്പോഴും കാലിയാണ്. 2-3 ഭാഗത്ത് ചെറിയൊരു സ്റ്റെൻസിൽ വർക്ക് കൂടി ചെയ്തിട്ട് ഞങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോകാനാണ്. കാരണം മണിക്കൂറുകൾ കുറച്ചായി. വി ആർ സോ ടയേർഡ്. ഈ ഒരു സ്റ്റെൻസിൽ വർക്ക് ചെയ്യാന്നാണ് കരുതുന്നത് ഈ ഒരു സംഭവം. കുറച്ചായപ്പോഴേക്കും ഞാൻ തളർന്നിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വാളില് കുറച്ച് ഭാഗത്ത് മാത്രം സ്റ്റിക്ക് ചെയ്താൽ മതി, വാൾ ഒഴിഞ്ഞു കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പുള്ളി സമ്മതിക്കുന്നില്ല. പെർഫെക്ഷനിസ്റ്റ്. ഇതാണ് നമ്മുടെ ഇപ്പൊ മേക്ക് ഓവർ ചെയ്ത ഏരിയ. നമ്മള് സ്റ്റെൻസിൽ കൊണ്ട് വർക്ക് ചെയ്തതാണ്. ഈ ഒരു ഭാഗത്ത് ഒരു ഓലയാണെന്ന് തോന്നുന്നു, ഒരു ലീഫും. ഈ ഒരു ഭാഗത്ത് എന്തോ ഒരു ചിഹ്നവും. സോ ഇതാണ് നമ്മുടെ ഒരു ഏരിയ. എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ കഷ്ടപ്പെട്ടത് മൊത്തം എന്റെ ജോയാണ്. സോ താങ്ക് യു ജോ, താങ്ക് യു സോ മച്ച്. പുള്ളിക്കാരനാണ് കാരണം ഈ കാര്യം. പിന്നെ ഞാൻ ഇറങ്ങി തിരിച്ചെങ്കിലും എന്റെ കൂടെ എന്നെക്കാളും കൂടുതൽ കട്ടക്കുന്നത് പുള്ളിയാണ്. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ ജോ. ഇനി കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. പക്ഷെ നമ്മുടെ ഉള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് ആ ഒരു ഫൈനൽ സെറ്റ് കാണിച്ചു തരാം. എത്തുന്നില്ല എനിക്ക്. ആദ്യം നമുക്ക് ചെറുപ്പം ഇതിങ്ങനെയൊന്നും അല്ലടാ. ഞാൻ വെച്ച് കാണിച്ചു തരാം. ഒരെണ്ണം ഞാൻ വെക്കട്ടെ. അതും വെക്കാൻ സാധിച്ചില്ല. ഞാൻ രണ്ടാമത്തെ വെക്കാൻ പോകും. മൂന്നാമത്തെ ട്രൈ ചെയ്യാൻ പോകും. മടങ്ങി പോയാ ഇത്ര ഉണ്ടായിരുന്നു. ഇതിന്റെ മുകളില് ചെറിയ എന്തെങ്കിലും ഹാങ്ങിങ് ചെടികൾ വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ പയ്യെ സെറ്റ് ചെയ്യാതെ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഒരു സംഭവം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ദിസ് ഈസ് ഓൾസോ ഫ്രം മീഷോ. ഇതാണ് ആ സാധനം. ഇതൊരു ചീത്ത. ഈ ഒരു ഷെൽഫില് ചെറിയ ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ അതിന്റെ പോട്ട്സ് കുറച്ച് വലുതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വെയിറ്റ് താങ്ങാൻ പറ്റുന്ന അറിയില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് കട്ട് ചെയ്ത് നമ്മൾ പയ്യെ പിന്നീട് സെറ്റ് ആക്കും. ഇപ്പോൾ ഈ ഒരു ലൈറ്റുകൾ സെറ്റാക്കി നമ്മൾ ഇതിലൂടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ സെറ്റ് കാണിച്ചു. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡൺ. ഇനി നമ്മൾ പ്ലാന്റ്സ് വരുമ്പോൾ അതിന് പിന്നെ ആഡ് ചെയ്ത് ഒരു ജസ്റ്റ് കാണിച്ചു തരാം പിന്നീട്. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇവിടെ പ്രാവർത്തികമായിരിക്കുന്നതാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് എന്ന്. ഇതേ പൊസിഷനിൽ ക്യാമറ വെച്ച് ഇതേ സെൽഫി ഞാൻ ഇതിൻ്റെ മേക്ക് ഓവർ കഴിയുമ്പോൾ ഒന്നും കൂടി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. സോ ദിസ് ഇസ് മൈ സ്റ്റുഡിയോ. വളരെ ഹാപ്പിയാണ്. എൻ്റെ സന്തോഷം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. സോ ഐ എം സോ ഹാപ്പി.